പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പാരസ്പര്യം. ഇന്നലെ നമ്മൾ എന്താണ് ധ്യാനിച്ചത്? നിങ്ങൾ ഭയങ്കര ജ്ഞാനികളാണല്ലോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം പാരസ്പര്യം. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ ബന്ധങ്ങളാണ്. പരസ്പരമുള്ള ബന്ധം. ഇത് പരാജയപ്പെട്ടാൽ നമ്മൾ പരാജയമായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതും എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്നതുമായ കാര്യമാണ് നല്ല ബന്ധങ്ങളിലായിരിക്കുക. ഞാനിത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാണ്. ബന്ധം മുറിഞ്ഞു പോയാൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല, അല്ലേ? നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങൾ മുറിഞ്ഞു പോയാൽ എനിക്ക് സമാധാനമില്ല. ഞാൻ എങ്ങനെയും പോയി ആളിനോട് ചെന്നിട്ട് പറയും, ചേട്ടാ, ചേച്ചി, പ്ലീസ് ഒന്നും തോന്നില്ലേ, അന്നേരം ഏതാണ്ടൊക്കെ അങ്ങ് പറ്റിപ്പോയതാണ്, പറഞ്ഞു പോയത്. കാരണം പിന്നെ രാവിലെ വന്നിങ്ങനെ വിശുദ്ധുർബാനയുടെ മുമ്പ് ഇരിക്കാവുന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാർത്ഥന മാത്രമല്ല, നമുക്കൊരു പ്രസാദാത്മകതകൾ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മളൊക്കെ സുന്ദരന്മാരും സുന്ദരിമാരുമാണ്, നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം തരുന്ന ഒരു വഴിയാണ് ബന്ധങ്ങളിൽ വിശുദ്ധി സൂക്ഷിക്കുക. പാരസ്പര്യം. അത് മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽക്കാരോട്, ടീച്ചേഴ്സിനോട് നമുക്ക് ദൈവം തന്ന ഈ കൊച്ചു ജീവിതത്തിൽ ഒരുപടി ആൾക്കാരെ തന്നിട്ടുണ്ട്. എല്ലാവരോടുമൊന്നും നമുക്ക് ബന്ധങ്ങളില്ല. പക്ഷേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചില ആളുകൾ, അപരിചിതരോടൊക്കെ നമുക്ക് എന്നാ ആദരവാണെന്നറിയോ? അപരിചിതരോടെ വീട്ടിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നാട്ട്, എന്നാ, എവിടുന്നാ, അയ്യോ ബലം കഴിച്ചാണോ? എന്നാൽ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ വീട്ടിലെ ചില വെള്ളം ഇങ്ങെടുക്കടി, വേണേ വന്നെടുത്ത് കുടിച്ചിട്ട് പോയിക്കൂടെ? നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇവിടുത്തെ കാര്യമല്ല, പമ്പയാറിനക്കരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നോടാരും പിണങ്ങരുത്. പിണങ്ങുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. അയ്യോ, ഇത്രയും പേര് പിണങ്ങിയാൽ ഞാൻ പോവുകയുള്ളൂ മാർഗം. പിണങ്ങരുത്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൻ്റെ ഭാഷയിൽ പാരസ്പര്യത്തിന് വളരെ വിലയുണ്ട്. ഞാനൊരു പാഠം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെ നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു കേൾക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഉച്ചത്തിൽ ചേച്ചി വായിച്ച് കേൾപ്പിക്കാം. ആ ആ ആ ആ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചുള്ളൂ. ഇതിൻ്റെ അന്തരീക്ഷം നമുക്കറിയാവുന്നതാണ്. നമ്മൾ പെസഹ വ്യാഴാഴ്ച പഠിച്ചതും കേട്ടതും ധ്യാനിച്ചതുമായ വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയാണ് വായിക്കേണ്ടത്. ഇതിനകത്ത് ഇങ്ങനെയാണ്, ഈശോ ഒരു അത്താഴത്തിനിരിക്കുകയാണ്. ഈശോ അത്താഴ സമയത്ത് എന്താണ് ചെയ്തത് എന്ന്
നമ്മളോട് പങ്കുവെക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ. ഈ യോഹന്നാൻ ശ്ലീഹ ഈ അത്താഴത്തിന് ഇരിപ്പുണ്ടായിരുന്നു. യോഹന്നാൻ്റെ അടുത്ത്, ഈശോയുടെ അടുത്ത് മറ്റു ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഈ അത്താഴത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുക. നമുക്ക് ബൈബിളിലെ ചില ഭാഗങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ബൈബിൾ വായിച്ച് ഉറങ്ങുകയാണ്. ബൈബിൾ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയുണ്ട്. എന്താണെന്നറിയാമോ? ബൈബിളിൽ ചില താക്കോൽ പദങ്ങളുണ്ട്. ബൈബിളിൽ ചില കീവേഡ്സ്, അതായത് നമ്മൾ വായിക്കുമ്പോൾ ബൈബിളിൻ്റെ ഭാഗങ്ങളിൽ ചില താക്കോലുകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഈ താക്കോൽ പദം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ആ പദം വെച്ച്, ആ താക്കോല് വെച്ച് തുറന്നാൽ നമുക്ക് ആ ബൈബിളിൻ്റെ ഭാഗം മനസ്സിലാവും. ബൈബിളിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവവചനം മുദ്ര വെച്ച് പൂട്ടിയിരിക്കുകയാണെന്നാണ് പറയുക. ഇതുകൊണ്ടാണ് ഇത് മാത്രം മനസ്സിലാകുകയല്ല. രാത്രി 2:30 വരെ സിനിമ കണ്ടുകൊണ്ടിരുന്ന നത്ത് കുത്തിയിരിക്കുന്ന കണക്ക് നമ്മളിരിക്കും, ഒരു പ്രശ്നമില്ല, അല്ലേ? ഉറങ്ങുമാരില്ലോ. പക്ഷെ ഇതൊരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ പിന്നൊരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയ നനഞ്ഞ മറിയമേ മനമറിഞ്ഞ മറിയമേ ഒക്കെ ആവും, ഉറങ്ങിപ്പോവും. എന്താണെന്ന് കാര്യം എന്നറിയാമോ? ഈ വചനം മുദ്ര വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇത് തുറക്കണം. ഇത് തുറന്നാലേ ഇതിൻ്റെ പൊരുൾ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ തുറക്കാനുള്ളൊരു വഴിയാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്. ബൈബിൾ വായിക്കണം, ആദ്യം വായിക്കണം, വായിച്ചാലേ തുറക്കാൻ പറ്റും. ബൈബിൾ വായിച്ചിട്ട്, ഇതുവരെ ബൈബിൾ വായിച്ചിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, ഇതുവരെ ബൈബിൾ വായിച്ചിട്ടുള്ളവരെന്ന് കൈ ഉയർത്തിക്കേ. അതാണ് ഞാൻ. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? എടോ ഭയങ്കര നല്ല കാര്യമാണല്ലോ അത്. ബൈബിൾ വായിക്കണം കേട്ടോ. വായിക്കുന്നുണ്ടോ? ഉണ്ടോ? ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാ? ബൈബിളോ? ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ തീർന്നേ. ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, ലൈവായിട്ട് ഇത് പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ലേ ജിജി, ലൈവാണോ? യേശുവേ, പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. ബൈബിൾ വായിച്ചാലേ ബൈബിളിലെ താക്കോൽ പദം കണ്ടുപിടിക്കാൻ പറ്റും. ഈ താക്കോൽ പദം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നറിയാമോ? ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഈ 11 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഇതിൻ്റെ താക്കോൽ. അതിട്ട് അങ്ങോട്ട് തുറക്കണം. ഇപ്പം ഈ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ തന്നെ അങ്ങ് പറയാം. കൂടുതൽ തവണ ഉപയോഗിച്ചൊരു വാക്കാണ് അത്താഴം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. എന്നിട്ട് പറയുകയാണ്, അത്താഴ സമയത്ത് പിശാച് ശിമയോൻ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. വീണ്ടും ഈശോ അടുത്ത വചനം ഇങ്ങനെ വായിച്ചിട്ട് പറയുകയാണ്, വീണ്ടും 4-ാം വാക്യത്തിൽ പറയുകയാണ്, അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലിയെടുത്ത് അരിയിൽ കിട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. വീണ്ടും ഇങ്ങനെ വായിച്ച് പറയുകയാണ്, ഈ അത്താഴത്തെക്കുറിച്ചാണ് പറയുക. വീണ്ടും ഈ പെസഹ അത്താഴത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നോടൊപ്പം അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തിയിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്ന ഈ വാക്കെടുത്ത് നമ്മൾ ഈ ഭാഗം തുറക്കണം. അപ്പോൾ ഏത് വാക്കാണ് താക്കോൽ? അത്താഴം, ഫുഡ്, സപ്പർ. ഈ അത്താഴം എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ അത്താഴത്തെക്കുറിച്ച് പറയുന്നത്? ഈ അത്താഴത്തിനിടയിൽ എന്താണ് സംഭവിച്ചത്?
നമ്മുടെ വിഷയം എന്താണ്? പാരസ്പര്യം. മറക്കരുത്. പാരസ്പര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം, നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇത് മുറിഞ്ഞുപോയാ പിന്നെ പ്രാർത്ഥന കേൾക്കുകയില്ല, പിന്നെ എല്ലാം തീർന്ന് സമാധാനം നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സഭ നമ്മളോട് ഈ പാഠം പഠിപ്പിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. ഇത് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം മറ്റെല്ലാ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവ മതം ബന്ധങ്ങളുടെ മതമാണ്. ഈ ബന്ധമില്ല എങ്കിൽ നമ്മളുടെ ജീവിതം നിലനിൽപ്പ് ഇല്ല, നമ്മുടെ ആത്മീയത വളരില്ല. അപക്വമായ സങ്കീർണമായ ഒരു ജീവിതത്തിൽ നമ്മൾ ഉഴറി വീണുപോകും. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. ജീവിതത്തിൽ ദൈവം തരുന്ന ഈ പാഠം, പരിശുദ്ധാത്മാവ് തരുന്ന ഈ ദൂത് പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ. അപ്പോഴ് ഈ അത്താഴത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ അത്താഴം 13-ാം അധ്യായത്തിലാണ് പറയുന്നത്. ബൈബിൾ പഠിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുക. ഈ അത്താഴത്തിന് മുൻപ് ഈശോ മറ്റൊരത്താഴത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അത്താഴത്തിന് മുൻപ് പറയുന്ന അത്താഴമാണ് 6-ാം അധ്യായത്തിലെ അത്താഴം. 6-ാം അധ്യായത്തിലെ അത്താഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അത് തിബേരിയോസിൻ്റെ കടലിൻ്റെ തീരത്ത് വെച്ച് നടത്തിയ ഒരു പന്തിഭോജനമാണ്. ഒരപ്പം വർദ്ധിപ്പിക്കലാണ്. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാർ തന്നെ. അവർക്കൊക്കെ ഓരോ ഭാര്യമാരെ കൂട്ടിയ കണക്കും അറിയത്തില്ല. 10000 പേര്. അവർക്കൊക്കെ ഈ 2 മക്കളെ കൂട്ടിയ പറയൂ പ്ലീസ്, 20000 പേര്. 20000-ഓളം ആളുകളെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, ഇരുന്നോ, അപ്പം തരാം. അങ്ങനെ അപ്പമൊക്കെ തിന്ന് തൃപ്തിപ്പെട്ടിട്ട് 12 കഷണങ്ങൾ, 12 കുട്ട നിറയെ കഷണങ്ങൾ ശേഖരിച്ച് ഒരു സംഭവം നമുക്കറിയാം. ഈ അത്താഴത്തിന് ശേഷം ആണ് ഈശോ ഇവരെല്ലാം വിളിച്ചിരുത്തി ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. 2 അത്താഴത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. 1-ാമത്തെ അത്താഴം 6-ാം അധ്യായത്തിൽ പറയുന്ന അത്താഴമാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അത്താഴമൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി ആളുകളെ ജയ് വിളിച്ചിട്ട്, ഇവനെ കൊള്ളാമല്ലോ, ഇവനെ പിടിച്ച് രാജാവാക്കാം, ജയ് ജയ് യേശുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഈശോ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. ഈശോ പറഞ്ഞു, എനിക്ക് ഈ വകുപ്പ് വേണ്ട, ലോകം വെച്ച് നീട്ടുന്ന കിരീടവും ചെങ്കോലും ഒന്നും എനിക്ക് വേണ്ട, ഞാൻ പോവുക. അങ്ങനെ ആ മല കയറി ഈശോ മുങ്ങി അപ്പുറത്ത് മറു കടലിൻ്റെ അക്കരെ ചെന്നപ്പോൾ ഈ ആളുകൾ വള്ളമൊക്കെ തുഴഞ്ഞ് അക്കരെ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, നീ എന്നാ ഞങ്ങളെ ഇട്ടേച്ചിങ്ങി പോകുന്നത്? ഈശോ പറഞ്ഞു, മോനെ, വീണ്ടും വിശന്നല്ലേ? വീണ്ടും വിശപ്പുള്ളതുകൊണ്ടല്ലേ വന്നേ? നശ്വരമായ അപ്പം തിന്ന് തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലേ നിങ്ങൾ വന്നേ? മോനെ, അനശ്വരമായ അപ്പം തിന്ന് തൃപ്തിപ്പെടണം. അപ്പൊ അവർ ചോദിച്ചു, അനശ്വരമായ അപ്പോ? അതെ. അതെന്താ? എൻ്റെ ശരീരം. എൻ്റെ ശരീരം തിന്നണം, രക്തം കുടിക്കണം. കേട്ടപാടെ ശിഷ്യന്മാർ, അതിൽ പ്രധാനിയായ യൂദാസ് പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് പറ്റും? നിന്റെ ശരീരം തിന്നണോ, നിന്റെ രക്തം കുടിക്കണോ? ഈ വിജാതിയരുടെ ഇടയിൽ മിത്രാരാധന എന്ന് പറയുന്ന ഒരു കാനിബലിസം ഉണ്ട്, ഒരുതരം അന്ധവിശ്വാസം. മനുഷ്യന്റെ ശരീരം തിന്നുന്ന, രക്തം കുടിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ നാട്ടിൽ. അവരെ കണക്ക് ഞങ്ങളും ആകണോ? നീ ഞങ്ങളെ ഈ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോവുകയാണോ? നിന്റെ ശരീരം തിന്നാനും കുടിക്കാനും ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ പോവുക. അന്ന് തന്നെ പകുതി പേരോളം അവനെ വിട്ടയച്ചു പോയി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 66-ാം തിരുവചനത്തിൽ സങ്കടത്തോടെ യോഹന്നാൻ എഴുതി വെക്കുകയാണ്, ഈ അത്താഴത്തിൽ ഒരടി നടന്നു. ഈ അത്താഴത്തിനിടയിൽ ഒരടി നടന്നു. എന്താണെന്നറിയാമോ? നിന്റെ വചനം കഠിനമാ, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകില്ല. നിന്റെ പാട്ടിന് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വേദനയോടെ ഈശോ
തൻ്റെ അടുത്ത് നിന്ന 12 പേരോട് പറയുന്നൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? മക്കളെ, പോകണമെങ്കിൽ ഇപ്പോൾ പൊക്കോണം. പക്ഷേ ഞാൻ വചനം മാറ്റാൻ പോകുന്നില്ല. എൻ്റെ ശരീരം തിന്നാതെ രക്തം കുടിക്കാതെ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനുണ്ടാവില്ല. കാരണം എൻ്റെ ശരീരം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. ഈ ജീവന്റെ അപ്പം തിന്നാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കേട്ടിട്ട് പകുതി ആളുകളോളം അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും ഈശോടൊപ്പം നടന്നിട്ടില്ല. കാരണം കുർബാനയെക്കുറിച്ച് അവർക്ക് മനസ്സിലായില്ല. കുർബാനയെക്കുറിച്ച് മനസ്സിലാകാതെ പള്ളി വിട്ടുപോകുന്ന, സഭ വിട്ടുപോകുന്ന ആളുകളെ നോക്കി ഈശോ ഒരിക്കലും പറഞ്ഞില്ല, മക്കളെ ഇങ്ങ് വന്നേ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോ, പോകുന്നവരൊക്കെ പൊക്കോട്ടെന്നേ. കുർബാനയെക്കുറിച്ച് മനസ്സിലായില്ലേ പിന്നെ ഒന്നും മനസ്സിലാകുകയല്ല. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മനസ്സിലാകുന്നില്ല പിന്നെ ഒന്നും മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, പോകണമെങ്കിൽ പൊക്കോണം. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാ? നിത്യജീവന്റെ വചനം നിന്റെ കയ്യിലാ. എന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞൊരു വചനമാണ് പ്രധാനം. മക്കളെ, നിങ്ങൾ 70-ാം തിരുവചനം, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. യോ, ഈശോ ഒരാളെ നോക്കിയിട്ട് പറയാ, പിശാചേ. 12 പേരെ തിരഞ്ഞെടുത്തിട്ട് ഒരുത്തിനെ നോക്കിയിട്ട് പറയാ, ഡാ പിശാചേ എന്ന് വിളിക്കുക. ആലോചിച്ച് നോക്കിയേ. തന്നോടുകൂടി ആയിരിക്കാനും പ്രസംഗിക്കാൻ ഐക്യപ്പെടാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരാളെ നോക്കിയിട്ട് പറയാം, ഡി പിശാചേ എന്ന് വിളിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കതൊക്കെ വിഷമം ഉണ്ടാകും. നിങ്ങളൊന്നും ഇത് കേൾക്കാറില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈശോ ഒരുവനെ അങ്ങനെ വിളിച്ചതെന്നറിയാമോ? ഈ അത്താഴത്തിനിടയിൽ ഒരു അടി നടന്നു. ഈശോ പറഞ്ഞത് മനസ്സിലാക്കാത്ത ഒറ്റ ശിഷ്യനുണ്ട്. അവൻ്റെ പേരാണ് യൂദാസ്. ഈശോയുടെ വചനം മനസ്സിലാക്കാത്ത ഒരു ശിഷ്യന്റെ പേരാണ് യൂദാസ്. ഈ യൂദാസ് 2-ാമത്തെ അത്താഴത്തിൽ എന്ന് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ഈശോയുടെ അന്ത്യത്താഴം, അത്താഴത്തിലും യൂദാസ് വന്നിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് എഴുന്നേറ്റു. പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അത്താഴത്തിനിടയിൽ സാധാരണ ആരും എഴുന്നേക്കാറില്ല. ഈ അത്താഴത്തിനിടയിൽ ആരും എഴുന്നേക്കാറില്ല. പ്രത്യേകിച്ച് ഇത് വെറുതെ നമ്മൾ കഴിക്കുന്ന കഞ്ഞിയും ചമ്മന്തി അത്താഴമല്ല. ഇത് അവരുടെ കുർബാനയാണ്, യഹൂദൻ്റെ കുർബാനയാണ്, പെസഹായാണ്. ഈ പെസഹ എങ്ങനെയാണ് നടത്തുന്നതെന്നറിയാമോ? നമ്മളൊക്കെ കാണുന്നത് ഈ പെസഹ എന്ന് പറയുന്നത് ഡാവിഞ്ചിയൊക്കെ വരച്ചിട്ടുള്ള ഈ പെസഹ ഒരു ടേബിളൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഈശോ ഇങ്ങനെ നിവർന്ന് ഇരുന്ന്, നമ്മളൊക്കെ ടേബിളിൽ, ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കണക്കെ ആളുകളിങ്ങനെ ഇരിക്കുന്നു എന്ന്. അതങ്ങനല്ല. പണ്ട് മധ്യപൂർവ്വ ദേശങ്ങളിലൊക്കെ തറയിലൊക്കെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു ചെറിയ കുഷൻ കാണും, ഒരു വട്ടത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത്. സൗദിയിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ അവരുടെ ഭക്ഷണത്തിനൊക്കെ ഒരു വലിയ ചെമ്പിനകത്തോട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കൈയൊക്കെ ഇട്ട് വാരി, അല്ലേ? അങ്ങനെയൊക്കെയാണ് കഴിയുക. അതവിടുത്തെ ഒരു രീതിയാണ്. അതിങ്ങനെ കഴിച്ച് ചിലരൊക്കെ ഒരാളുടെ നെഞ്ചലിലോട്ട് ചാരിക്കിടക്കും, അടുത്ത ആൾ അടുത്ത നെഞ്ചിലോട്ട് ചാരിക്കിടക്കും. ഇങ്ങനെ വട്ടത്തിലൊക്കെ ചാരിയും ചരിഞ്ഞും ഇരുന്ന് പെസഹ അനുഷ്ഠിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ പ്രധാന കുടുംബനാഥൻ പ്രധാന സീറ്റിലിരിക്കും. ഈ കുടുംബനാഥൻ്റെ വലതുവശത്ത് കടിഞ്ഞൂൽ പുത്രനിരിക്കും, ഇടതുവശത്ത് കാര്യസ്ഥനിരിക്കും. ഇത് കൂടാതെ ഇവർ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം ഇങ്ങനെ കുഷനിട്ടിരിക്കും. എല്ലാവരും അങ്ങോട്ടുമൊക്കെ ചാഞ്ചും ചരിഞ്ഞും ഒക്കെ ഇരുന്നാണ് പെസഹ അനുഷ്ഠിക്കുന്നത്. ഈ പെസഹ അവരുടെ പ്രധാന കുർബാനയാണ്. നമ്മളിപ്പോൾ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കണക്കെ അവർക്ക് വിശുദ്ധമായൊരു ആചരണമാണ്. അതുകൊണ്ടാണ് ഇത് തുടങ്ങുന്നതിന് മുൻപ് അവർ 3 ഹല്ലേൽ സങ്കീർത്തനങ്ങൾ ചൊല്ലും. 116, 117, 118 സങ്കീർത്തനങ്ങൾ ഉച്ചത്തിൽ ചൊല്ലി പാടിയിട്ടാണ് ഇവർ തുടങ്ങുന്നത് പെസഹ. അങ്ങനെ പെസഹ തുടങ്ങുമ്പോൾ സങ്കീർത്തനമൊക്കെ ചൊല്ലിയിട്ട് അവരാദ്യമേ ഒരു കപ്പ് വീഞ്ഞ് ഈ കപ്പെടുത്ത് ഉയർത്തി. ഈ കപ്പിൻ്റെ പേരാണ്, മറക്കരുത്, കപ്പ് ഓഫ് താങ്ക്സ് ഗിവിങ്, കൃതജ്ഞതയുടെ കപ്പ്.
ഒന്നാമത്തെ കപ്പിൻ്റെ പേരെന്താ? 3 കപ്പ് ഉയർത്തും. 3 കപ്പ് ഇത് ഉയർത്തും. ഒന്നാമത്തെ കപ്പിൻ്റെ പേരാണ് കപ്പ് ഓഫ് താങ്ക്സ് ഗിവിങ്, അഥവാ കൃതജ്ഞത. ദൈവമേ, കഴിഞ്ഞൊരു വർഷം അത്ഭുതം അടയാളങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ നടത്തി, അപകടങ്ങൾ രക്ഷിച്ചു, ഞങ്ങൾ ഒന്നിച്ചു കൂടാൻ സാധിച്ചു, ഈ പെസഹ അനുഷ്ഠിക്കാൻ പറ്റിയല്ലോ, നന്ദി കർത്താവേ. യാഹ്വേയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കപ്പ് ഉയർത്തും. അപ്പോഴാണ് ഈ സങ്കീർത്തനം കഴിയും. അതിനുശേഷം ഇവർ, കുടുംബനാഥൻ പുറപ്പാട് സംഭവം ഇവരോട് ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങും. മക്കളെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ സഹിച്ച അതിദാരുണമായ വേദനകളൊക്കെ കണ്ട് അടിമത്തങ്ങളിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ട് ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിലൂടെ 40 വർഷം സഞ്ചരിച്ച് വാഗ്ദത്ത നാട്ടിലെത്തിയ സംഭവം ഇങ്ങനെ 1 മണിക്കൂറോളം എടുത്ത് അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരെല്ലാവരും രണ്ടാമത്തെ കപ്പെടുക്കും. പ്രസംഗം കഴിയുമ്പോൾ രണ്ടാമത്തെ കപ്പെടുക്കും. ഈ കപ്പിൻ്റെ പേരാണ് ഉടമ്പടിയുടെ കപ്പ്, കപ്പ് ഓഫ് കവനന്റ്. ഈ കപ്പ് ഇവര് എടുത്ത് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. കാരണം ഞങ്ങൾ നിന്റെ മക്കളാണ്, നീ ഞങ്ങളുടെ അപ്പനാണ്, ദൈവമാണ്. ഈ യാഹ്വേയോടൊരു ഉടമ്പടി, ഈ ഉടമ്പടി കപ്പ് എടുത്തുയർത്തും. അതിനുശേഷം മൂന്നാമതൊരു കപ്പ് ഉയർത്തും. ഈ കപ്പിൻ്റെ പേരാണ് കപ്പ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ കപ്പ്. അപ്പോൾ ഒന്നാമത്തെ കപ്പ് കപ്പ് ഓഫ് താങ്ക്സ് ഗിവിങ്, കൃതജ്ഞതയുടെ കപ്പ്. രണ്ടാമത്തതോ കപ്പ് ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ കപ്പ്. മൂന്നാമത്തതോ കപ്പ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ കപ്പ്. കപ്പെന്ന് പറയുമ്പോൾ വെറുതെ കപ്പെന്ന് കരുതരുത്, അതിനകത്ത് തന്നെ ഉണ്ട് കഞ്ഞുള്ളൂ, വീഞ്ഞ്, പാനപാത്രം, യഹൂദൻ്റെ മേശയുടെ ഭാഗമാണ് ഈ വീഞ്ഞ്. അപ്പം അവരതിങ്ങനെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് മൂന്നാമത്തെ കപ്പ് ഉയർത്തും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ രണ്ടാമത്തെ കപ്പ് കഴിഞ്ഞ് ഉടമ്പടി കഴിഞ്ഞിട്ട് ഈശോ എഴുന്നേറ്റു. സാധാരണഗതിയിൽ കുർബാനയുടെ പകുതി കഴിഞ്ഞിട്ട് കുർബാന നിർത്തുന്ന കണക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിങ്ങളുടെ ഡെന്നീസ് അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അൻപുടയോനെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അച്ഛനെ കണ്ടു. അതിനുശേഷം നിങ്ങൾ നോക്കിയപ്പം നിങ്ങളെല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കണ്ണു തുറന്നപ്പോൾ അച്ഛനെ കാണാനില്ല. നിങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ അച്ഛൻ മേടയിൽ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നാ പറഞ്ഞേനെ? അച്ഛാ, ഫൗൾ, അങ്ങനെ പറ്റില്ല. കുർബാനയ്ക്കിടയ്ക്ക് നിർത്താൻ പറ്റില്ല, എഴുന്നേക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യോഹന്നാൻ പറയുകയാണ്, ഈ പെസഹ അനുഷ്ഠാനത്തിന്റെ ഇടയിൽ അവൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ട മക്കളെ, പ്രധാനപ്പെട്ട പോയിന്റാണ്, ശ്രദ്ധിക്കണം. ഈ കുർബാനയ്ക്കിടയ്ക്ക് ദൈവം എന്തിനാണ് ഈ ഉടമ്പടിയുടെ കുർബാന, ഈ പെസഹ നിർത്തിയിട്ട് എഴുന്നേറ്റത്? അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റു. എന്നിട്ട് ഈ കുർബാന കുപ്പായം മാറ്റി. ഓരോ യഹൂദനും അമ്മ കുഞ്ഞുനാൾ മുതൽ 12-ാം വയസ്സ് മുതൽ തയ്ച്ചു കൊടുക്കുന്ന ഒരു നീണ്ട മേലങ്കിയുണ്ട്. ഓരോ പുരോഹിതനും ഓരോ കുടുംബനാഥനും ഈ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഈ മേലങ്കി അഴിച്ചു മാറ്റിയിട്ട് അടിമയുടെ വേഷം ധരിച്ച് അരക്കച്ച കെട്ടി ഈ മനുഷ്യൻ, ഈശോ എഴുന്നേറ്റ് എല്ലാ മനുഷ്യരുടെയും മുൻപിൽ മുട്ടുകുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ കുർബാന പാതിക്ക് നിർത്തിയത്? അവരെ ഞെട്ടിച്ചുകൊണ്ട്. ഈ ശിഷ്യന്മാരെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കുർബാനയുടെ മൂന്നാമത്തെ കപ്പ് ഉയർത്താതെ, ഈ രക്ഷയുടെ പാനപാത്രം ഉയർത്താതെ ഈശോ എന്തുകൊണ്ടാണ് കുർബാനയ്ക്കിടയ്ക്ക് എഴുന്നേറ്റത്? നമ്മുടെ വിഷയം എന്താണ്? പാരസ്പര്യം. മറക്കരുത്. കാരണം എന്താണെന്നറിയാമോ? ഈ കുർബാന പൂർത്തിയാക്കുന്നതിന് മുൻപ് ഈശോയുടെ മനസ്സിലേക്ക് ഒരു വചനം, ഈശോ തന്നെ പറഞ്ഞ ഒരു വചനം ഇങ്ങനെ വന്നു. എന്താണ് ആ വചനമെന്നറിയാമോ?
ആ വചനമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനം. മത്തായി 5:23. ഉറക്കെ വായിച്ചേ. മൈക്കെടുത്ത് വായിക്കാമോ? മത്തായി 5:23. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് അവിടെ വെച്ചോർത്താൽ. എവിടെ വെച്ച്? കുർബാനയുടെ ഇടയിൽ നമ്മുടെ മനസ്സിലേക്ക് എനിക്കാരോടും പിണക്കമില്ലച്ചാ, പക്ഷേ ആർക്കാണ്ട് എന്നോടൊരിത്തിരി തെല്ല് പിണക്കമുണ്ടെന്ന് തോന്നുന്നു. ഓർത്താൽ ഈശോ പറഞ്ഞു, മലയിലെ പ്രസംഗത്തിന് ശേഷം പറഞ്ഞ വചനമാണ് 5:23. മത്തായി 5:23. ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ കുർബാന നിർത്തിയിട്ട് അത്താഴത്തിൻ്റെ ഇടയിലാണെങ്കിലും എഴുന്നേൽക്കണം, എന്നിട്ട് അവനോട് രമ്യപ്പെടണം, എന്നിട്ട് ബലിയർപ്പിക്കണം. ഈശോ ഈ പെസഹ ഇങ്ങനെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കുർബാന നിർത്തി അത്താഴത്തിനിടയിൽ എഴുന്നേറ്റു. കാരണം ഈശോയ്ക്ക് ആരോടും പിണക്കമില്ല. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ഒരാൾ ഇതിനു മുൻപ് നടന്ന ഒരു അത്താഴത്തിൽ ഉടക്കുണ്ടാക്കിയ അടിയുണ്ടാക്കിയ ആളാ. കക്ഷിയുടെ പേരെന്താ? യൂദാസ്. ഈശോ അതുകൊണ്ടാണ് 6-ാം അധ്യായം 70-71 വാക്യങ്ങളിൽ പറഞ്ഞത്, നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. യോഹന്നാൻ വ്യക്തമായി അത് എഴുതി വെച്ചു. അവനിത് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? യൂദാസ് കറിയോത്തായെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. 71-ാം വാക്യം അവനിത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. ഇനി ഞാൻ യൂദാസിനെ കുറിച്ചൊരല്പം കാര്യം പറയാം. നമ്മളെല്ലാം കരുതിയിരിക്കുന്നത് യൂദാസിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് പണമാണെന്ന്. പണമല്ല. ബൈബിൾ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാകും, പണമല്ല പ്രധാന വിഷയം. പണമായിരുന്നെങ്കിൽ ഈശോയെ ഒറ്റിക്കൊടുത്തിട്ട് കിട്ടിയ വെള്ളിക്കാശ് എത്ര? 30 വെള്ളിക്കാശ് ഈ മനുഷ്യൻ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ കാണിക്ക ഭണ്ഡാരപ്പെട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോയി എന്ത് ചെയ്തു? കുമ്പസാരിച്ചോ? കെട്ടി ഞാന്ന് ചത്തു. ഈ പൈസ ആയിരുന്നുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ടിട്ടേ പോയി ഞാന്ന് ചാകത്തുള്ളൂ അല്ലേ, അനന്തരവന് കിട്ടാൻ വേണ്ടി. ഇത് പൈസ അല്ല വിഷയം. പൈസ ആയിരുന്നുണ്ടെങ്കിൽ കൊണ്ട് എറിഞ്ഞു കളഞ്ഞിട്ട് പോയി കെട്ടി ഞാന്ന് ചാകൂ. പൈസ അല്ല വിഷയം. യൂദാസിൻ്റെ വിഷയം വേറൊരു വകുപ്പാണ്. ശ്രദ്ധിക്കണം. യൂദാസ് എന്ന വാക്കിൻ്റെ അർത്ഥം യൂദാസ് സ്കാരിയോത്ത എന്നാണ്. സ്കാറിയറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കൊച്ചു പിച്ചാത്തി എന്നാണ്. പിച്ചാത്തി കേട്ടിട്ടുണ്ടോ? പിച്ചാത്തി. അതായത് ഈശോയുടെ 2 ശിഷ്യന്മാർ തീവ്രവാദികളായ 2 ശിഷ്യന്മാരായിരുന്നു. വെട്ടുന്ന മുറിലുണ്ട്, തെറിക്കുത്തരം മുറിപ്പത്തൽ. ഈ 2 ടീമുകൾ. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ 2 പേരുണ്ട്. ഒന്ന് യൂദാസ് കറിയോത്ത, മറ്റാളാരാണ്? ഒരു തീവ്രവാദിയുടെ ഉണ്ടായിരുന്നു. ആരാ? ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? അതറിയാം. അതിൽ 2 പേർ. ഒന്ന് തീവ്രവാദിയായ ശമയോൻ. ഈ തീവ്രവാദിയായ ശമയോൻ സൈമൺ ദ സെലറ്റ്, കാനാൻകാരനായ ശമയോൻ എന്നും പറയുന്നുണ്ട്. അതായത് കാനാന്യ കാനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് തീവ്രവാദികളാണ്. എന്ന് പറഞ്ഞാൽ ഇവര് ഈ യഹൂദരുടെ വിമോചനം ഈ 2 പേരെങ്ങനെ ആഗ്രഹിച്ചെന്നറിയാമോ? ശാന്തതയും ഉപദേശവും സ്നേഹവും സൗമ്യതയും കൊണ്ടൊന്നും ഈ റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല.
വാളെടുത്ത് വെട്ടണം. വിപ്ലവമുണ്ടെങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഈ ശിഷ്യന്മാരിൽ പലരും ഉണ്ടല്ലോ, പലരും ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അവരൊക്കെ ഈ മരുഭൂമിയിലെ കുമ്രാൻ ഗുഹകളിൽ പോയി സൈനിക പരിശീലനമൊക്കെ നേടി ഈ പിച്ചാത്തിയും വാളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. തക്കം കിട്ടിയാൽ വിപ്ലവം ഉണ്ടാക്കി യഹൂദരെ മോചിപ്പിച്ചെടുക്കണം, റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്നൊക്കെ കരുതി ജീവിക്കുന്ന ആളുകളാ. ഇതിൽ 2 പേരാണ് ആരുടെ ശിഷ്യരായത്? ഈശോയുടെ. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ മരിക്കാറാകുമ്പോൾ ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് വാളും വടിയും കുന്തവും പന്തവുമായിട്ടൊക്കെ ആളുകളൊക്കെ വരുന്നതിന് മുൻപ് പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ 2 വാളുണ്ട്. ഉടനെ ഈശോ പറയുന്നുണ്ട്, മതി. ഏതാ ഈ 2 വാളിനെ കുറിച്ച് പറയുന്നേ? ഒന്ന് യൂദാസും ഒന്ന് ശമയോനും. 2 വാളുണ്ട്. അത്യാവശ്യം തീവ്രവാദികൾ 2 പേര് നമുക്ക് കർത്താവ് പറഞ്ഞു മതി എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, മതി. ഇത്രയും നാൾ പഠിപ്പിച്ചിട്ടും പിന്നെയും വാളും കൊണ്ടിരിക്കുക. വാളെടുക്കുന്നവൻ വാളാലെ. ഇവിടെ വേറെ വകുപ്പാണ് ഇത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യൂദാസ് ഈ വാളും കൊണ്ട് നടന്നത്? യൂദാസിൻ്റെയും ശമയോന്റെയും പിന്നിൽ മനസ്സിൽ ഒരു ചിത്രമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കർത്താവ് ഒരിക്കൽ തൻ്റെ ശക്തി പ്രകടമാക്കുമ്പോൾ അവനു വേണ്ടി വിപ്ലവ വീര്യത്തോടെ പോരാടണം, നെഞ്ചുറപ്പോടെ തലയെടുപ്പോടെ നിൽക്കണം. അങ്ങനെ ജീവിച്ച ആളാണ് യൂദാസ്. അതുകൊണ്ടാണ് ഈ യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞത്, അല്ലേ? ഈ ദുഃഖ വെള്ളിയാഴ്ച ഓരോ 170 തവണ വായിച്ചില്ലേ? യൂദാസ് വഞ്ചകൻ, അവനെ ഒറ്റി ഒറ്റി, അല്ലേ? കർത്താവേ, യൂദാസ് ഒറ്റി, ഞങ്ങളങ്ങനെ ആകരുതേ, കരുണ തോന്നണേ, അല്ലേ? എന്താ ഈ ഒറ്റ? അല്ല, 175 തവണ പാടിയല്ലോ. എന്താണ് ഈ ഒറ്റെന്ന് പറഞ്ഞോ? ഒന്ന് പറഞ്ഞുതരാമോ? യൂദാസ് ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞുതരാമോ? ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടോട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ഒറ്റ? ഒറ്റ നമ്മുടെ വിഷയം പാരസ്പര്യം. എന്താണ് യൂദാസ് ചെയ്തത്? എന്താണ് യൂദാസ് ഇടഞ്ഞു നിന്നത്? ഈശോയുടെ അടിയുണ്ടാക്കിയത്, വഴക്കുണ്ടാക്കിയത്? ഈശോ എന്തുകൊണ്ടാണ് അവനെ പിശാചെന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ് അവൻ 2ാമത്തെ അത്താഴത്തിൻ്റെ ഇടയിൽ ഈശോ എഴുന്നേക്കാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള പാഠമാണ് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കാൻ യൂദാസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് കാണുകയാണ്. എന്താണ് ഈ ഒറ്റ? ഒറ്റ പലരും പറയും ഈ യൂദാസ് പ്രധാന പുരോഹിതനായ കയ്യാഫാസിൻ്റെ ഹന്നാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സാറുമാരെ, ഞങ്ങൾ അവനെ കാണിച്ചു തരാം, ഞാൻ അവനെ കാണിച്ചു തരാം. അപ്പോൾ ആളുകൾ പറഞ്ഞു, എല്ലാ ശിഷ്യന്മാരും ഈശോയുടെ കണക്കെ ഒരേപോലെ ഇരുന്നത് കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി, ആരാണ് ഈശോ എന്ന് മനസ്സിലാകാൻ വേണ്ടി, ആള് തെറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഈശോയെ കാണുമ്പോൾ ഒരു ഉമ്മ കൊടുക്കും. അപ്പോൾ കയറി പിടിച്ചോണം, ഈശോയെ കാണിച്ചു കൊടുക്കും. അതാണോ ഒറ്റ? അതൊന്നുമല്ല. ഈശോ എല്ലാ ദിവസവും എല്ലാ പള്ളി പ്രസംഗങ്ങളും ഈശോ നടത്തിയതാ. ജെറുസലേം ദേവാലയത്തിൽ എത്രയോ പ്രസംഗങ്ങൾ, അവർക്കൊക്കെ അറിയാം ആരാ കൃത്യ ഈശോ എന്ന്. ഈശോയെ അവർ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അവൻ നടത്തുന്ന അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരാരാണെന്ന് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. കാണിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പകൽ വെളിച്ചം പോലെ അവരുടെ ഇടയിൽ നടന്നവനാണ്. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വാളും വടിയുമായിട്ട് എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നുവോ? ഞാനാകട്ടെ എല്ലാ സമയവും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒന്നും അല്ല ഒറ്റിക്കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്ന രീതിയൊന്നുമല്ല. എന്താണ് ഒറ്റെന്ന് മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒറ്റ എന്താണ്? ഒറ്റ ബിട്രയൽ. എന്താണ് ഈ ഒറ്റ? അതായത് ഞാൻ പറഞ്ഞു, യൂദാസിൻ്റെ മനസ്സിൽ ദൈവരാജ്യത്തെക്കുറിച്ചൊരു ചിത്രമുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം.
യൂദാസ് പറുദീസ, സ്വർഗരാജ്യം ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ഒരു രീതി കണ്ടെത്തിയിരുന്നു. അതിൻ്റെ പേരാണ് എന്താണെന്നറിയാമോ? വിപ്ലവം. വെട്ടൊന്ന് മുറിരണ്ട്, വാളെടുക്കുക, ശക്തി പ്രകടിപ്പിക്കുക. ഈ സൈനിക ബലത്തെ മുഴുവനും സ്വർഗത്തിന്റെ ശക്തി ഇറക്കി തച്ചുടയ്ക്കുക. അവനാണ് ഈ ലോകത്തിന്റെ ഏക ചക്രവർത്തി എന്ന് വെളിപ്പെടുത്തുക. യൂദാസ് ഈശോയുടെ കൂടി ഇങ്ങനെ നടന്നപ്പോൾ ഈശോയെ കണ്ട് മനസ്സിലാക്കി. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, വെള്ളം വീഞ്ഞാക്കുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു, കടലിന് മീതെ നടക്കുന്നു. അവന് അസാധ്യമായി ഒന്നുമില്ല. കൊടുങ്കാറ്റിനെ പോലും ശമിപ്പിക്കുന്ന വലിയ ശക്തിയാണ് ഇവൻ. അങ്ങനെയെങ്കിൽ ഇവന്റെ ശക്തി ഈ റോമാക്കാരുടെ പ്രത്തോറിയത്തിൽ വെച്ച്, പീലാത്തോസിന്റെ അരമന കോടതിയിൽ വെച്ച് പ്രകടിപ്പിക്കാൻ ഒരവസരമുണ്ടാക്കണം. യൂദാസ് എങ്ങനെയെങ്കിലും ഈശോയെ പീലാത്തോസിന്റെ മുൻപിൽ ഒന്ന് എത്തിക്കണം. ഈ രാജാവിന്റെ മുൻപിൽ, ഈ പ്രവിശ്യയുടെ തലവന്റെ മുൻപിൽ എത്തിച്ചാൽ ഇവൻ തന്റെ ശക്തി പ്രകടമാക്കുമ്പോ ഈ സാമ്രാജ്യം വിറകൊള്ളും, സാമ്രാജ്യം തകരും. അങ്ങനെ അവൻ രാജാവാകും. അങ്ങനെ മാത്രമേ യഹൂദരെ മോചിപ്പിക്കാനാവുകയുള്ളൂ. അത്രയും നാള് റോമാക്കാരുടെ അടിമക്കോളനിയായി കഴിഞ്ഞിരുന്ന യഹൂദരെ മോചിപ്പിക്കണമെങ്കിൽ വേറൊരു സ്നേഹത്തിന്റെ ഉപദേശവും സ്നേഹത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെ അഭിഷേകവും ഒന്നും ഇവിടെ ഒന്നും നടക്കുകയല്ല. ഇതൊന്നും വേകുകയല്ല. ദൈവത്തിന്റെ ശക്തി ഇവനെ കൊണ്ട് പ്രകടമാക്കണം. ഇതിന് തക്കം പാർത്ത് നടക്കുകയാണ് യൂദാസ്. അങ്ങനെ അവൻ ഹന്നാന്റെയും കയ്യാഫാസിന്റെയും അടുത്തെത്തിയിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണം, പറഞ്ഞു, നിങ്ങൾക്ക് അവനെ പിടിച്ച് പീലാത്തോസിന്റെ മുൻപിൽ എത്തിക്കണമെങ്കിൽ എനിക്ക് ഒരു രഹസ്യം അറിയാം അവനെക്കുറിച്ച്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ്? അത് പറയില്ല. പറയണമെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരണം? 30 വെള്ളിക്കാശ് തരണം, ഉറപ്പിന് വേണ്ടി. തരാം, പറ. 30 വെള്ളിക്കാശ് കൊടുത്തപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ 12 പേരോട് മാത്രം അവൻ വെളിപ്പെടുത്തിയ ഒരു രഹസ്യമുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ അത്? യൂദാസ് പറഞ്ഞു, അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവപുത്രനാണ്. അവൻ പബ്ലിക്കായിട്ട്, പരസ്യമായിട്ട് അത് പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നും ഇവൻ തന്നെ ദൈവമാക്കി എന്നും ഒറ്റ കാരണത്താൽ അവനെ പിടിച്ച് കുരിശിൽ തറച്ച് കൊല്ലാൻ അവർക്ക് അധികാരമുണ്ട്. പക്ഷെ ഇതുവരെ അവർക്കത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. തൻ്റെ കൂടെ നടന്ന 12 പേരോട് അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ മഹത്വത്തിന്റെ രാജാവാണ്. ഈ തുറുപ്പ് ചീട്ട് യൂദാസ് ഇവരോട് പറഞ്ഞു. യഹൂദന് ഒരു നിയമമുണ്ട്, ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? 2 പേരുടെ സാക്ഷ്യം ഒത്തുവന്നാൽ അത് സത്യമാണ്. ഇപ്പം ഞാൻ വേറൊരാൾക്കെതിരെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ ആ ആളിനെതിരെ ഒരു സാക്ഷി ഉണ്ടെങ്കിൽ സാക്ഷിമൊഴി വെച്ച് ആളിനെ വിസ്തരിക്കാം. 12 പേര് 3 വർഷം ഈശോയുടെ കൂടെ നടന്നവർ സാക്ഷിയായി മാറിയാൽ ഈശോയെ കൊല്ലാനുള്ള തുറുപ്പ് ചീട്ട് അവർക്ക് കിട്ടുകയാണ്. അതുകൊണ്ടാണ് പ്രധാന പുരോഹിതൻ അവസാനം ഈശോയെ വിചാരണ ചെയ്ത് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണോ? അവസാനത്തെ ചോദ്യമാണ്. അതുവരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും പ്രിയപ്പെട്ടവരെ ഇവർ പരാജയപ്പെട്ടു. കാരണം ഈശോയെ കുറ്റപ്പെടുത്താൻ, വിധിക്കാൻ, കൊല്ലാൻ ഒറ്റ പഴുതും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ അവസാനം പ്രധാന പുരോഹിതൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തെ കൊണ്ടാണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ അത്യുന്നതനായ പുത്രൻ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? ഈ സമയം ഈശോ
ചുറ്റോട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഈശോ നോക്കുമ്പോൾ യൂദാസ് നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, യൂദാസ് പ്രതീക്ഷിക്കുന്നത് അതെ എന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സാക്ഷി അവിടെ നിൽപ്പുണ്ട്. 30 വെള്ളിക്കാശും വാങ്ങിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കാൻ, ഇതാണ് ഒറ്റ. അവൻ അവിടെ നിൽപ്പുണ്ട്. നോ പറയാൻ പറ്റില്ല. ഈശോ അതെ എന്ന് പറയുമ്പോൾ ഈ പടയാളികൾ അവന്റെ മേൽ ചാടി വീഴും. ആ സമയം സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങും, ഇവരെ മുഴുവനും നിലംപരിശാക്കും. അപ്പോൾ ഇവരുടെ സർവശക്തി വെളിപ്പെടും. ഇത് കാത്തുകൊണ്ട് അവൻ അവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, അതെ, ഇനി മുതൽ നിങ്ങൾ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായി വാനമേഘങ്ങളിൽ വരുന്നതായും കാണും. ഇത് പറഞ്ഞ സമയം യൂദാസ് പ്രതീക്ഷിച്ചത് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നലയച്ച ഉമ്മരെ തകർക്കുമെന്ന. ഈശോയെ പിടിച്ച ഒന്നും സംഭവിച്ചില്ല. പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിയിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? അവന്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടല്ലോ. അവൻ തിരുത്തിയിരുന്നെങ്കിൽ, അവൻ നിഷേധിച്ചിരുന്നെങ്കിൽ യൂദാസിനെ കളത്തിലിറക്കാൻ, തുറുപ്പുചിട്ട് കളത്തിലിറക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രധാന പുരോഹിതൻ പറഞ്ഞത്, ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് എന്താവശ്യം? അവൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, പട്ടാളക്കാർ അവനെ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് കുരിശിക്കാൻ കൊണ്ടുപോവുക. ഇത് കണ്ടിട്ട് യൂദാസ് പ്രതീക്ഷിച്ചതൊന്നും നടക്കാതായപ്പോ അവൻ ആ 30 വെള്ളിക്കാശ് കൊണ്ടുപോയി ഏതാണ്ട് 100-150 മീറ്റർ അകലെയുള്ള ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒറ്റ. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ അത്താഴത്തിലേക്ക് വരികയാണ്. യൂദാസിൻ്റെ അടുത്ത് ഈ സ്നേഹത്തിൻ്റെ ഈ സുവിശേഷമൊന്നും വിലപ്പോകില്ല. അവനൊറ്റ ചിന്തയുള്ളൂ, നീ നിന്റെ ശക്തി പ്രകടിപ്പിക്കണം. ഈ അടിമത്തത്തിൽ നിന്ന് ഈ ജനതയെ മോചിപ്പിക്കാൻ നീ സർവശക്തി പ്രകടമാക്കണം. ഇന്നും പ്രിയപ്പെട്ടവരെ, ഒറ്റ എന്ന് പറയുന്നത് ഇതാണ്. ആകാശം പിളർന്ന് സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി ഈ നാട് മുഴുവൻ ശുദ്ധി കലശം ചെയ്യണം. ദൈവമേ, നീ ഒരു ദൈവമാണെങ്കിൽ എന്തിനീ കൊറോണ? ദൈവമേ, നീ ഒരു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ ധാർഷ്ട്യങ്ങൾ? എന്തിന് ഇങ്ങനെ? നീ ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ദുരിതം, ക്യാൻസർ, പട്ടിണി, എന്തുകൊണ്ട് നീ ശക്തി പ്രകടമാക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കാത്തിരിക്കും ദൈവത്തെ ഒറ്റിക്കൊടുക്കാൻ. ദൈവത്തിൻ്റെ വഴി സൗമ്യതയുടെ ദീപ്തമായ വഴികളാണ്, ശാന്തതയുടെ വഴികളാണ്, ദീർഘക്ഷമയുടെ വഴികളാണ്. സഹനങ്ങൾ ഏറ്റെടുക്കാൻ, മനസ്സ് കാണിക്കാൻ തയ്യാറായാൽ കൂടെ നിൽക്കുന്നൊരു ദൈവമാണ് നിന്റെ ദൈവം. അനുദിനം കുരിശുമെടുത്തുകൊണ്ട് നീ നടക്കുക. പ്രിയപ്പെട്ടവർ, ഇങ്ങനൊരു ദൈവമുണ്ട്. ഇനി നമ്മൾ ഈ അത്താഴത്തിലേക്ക് വരിക. ഈശോ അത്താഴത്തിനിടയിൽ എഴുന്നേൽക്കാൻ കാര്യം എന്താണെന്നറിയാമോ? നാളെ അവൻ കുരിശിൽ തറയ്ക്കപ്പെടാൻ പോവുകയാണ്. യൂദാസിന് അവസാനത്തെ ഒരു ചാൻസ് കൊടുക്കുകയാണ്. മോനെ യൂദാസേ, കാര്യം നീ ആ അത്താഴം മുതൽ ഇന്ന് വരെയും എന്നോട് ഇടഞ്ഞാണ് നിന്നത്, വഴക്കുണ്ടാക്കിയാണ് നിന്നത്. നീ എന്നോട് മല്ലിട്ടും കലഹിച്ചും ബഹളമുണ്ടാക്കിയുമാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ അവസാന നിമിഷവും എനിക്ക് നിന്നോട് പറയാനൊരു കാര്യമുണ്ട്. കാരണം ഞാൻ തന്നെ പഠിപ്പിച്ചൊരു വചനമാ, ഈ ബലിമധ്യേ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുന്നതിന് മുൻപ് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് അവനോട് പോയി രമ്യപ്പെടണം, എന്നിട്ട് ബലിയർപ്പിക്കണം. അതുകൊണ്ട് മോനെ, ഞാൻ ഈ അടിമവേഷം കെട്ടുകയാണ്. താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ച അരയിൽ ചുറ്റി അവൻ ഓരോ ശിഷ്യന്മാരുടെയും പാദം കഴുകാൻ തുടങ്ങി. അതിന് എല്ലാവരുടെയും പാദം കഴുകിയ, യൂദാസിൻ്റെ മാത്രം പാദം കഴുകിയ പോരായിരുന്നു? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവന് കുറ്റബോധം ഉണ്ടാക്കണ്ട. ആരുടെയും ജീവിതത്തിൻ്റെ പ്രൈവറ്റ് ലൈഫ്, രഹസ്യങ്ങൾ
അവൻ ആരുടെയും മുമ്പിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ഈ യൂദാസിനെ എല്ലാവരുടെയും ഗണത്തിൽ ഉൾപ്പെടുത്തി. മറ്റൊരു ഭാഷ്യമുണ്ട്, എന്താണെന്നറിയാമോ? ഇവരെല്ലാവരും ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. നിങ്ങൾ ഒരാളെന്നേ പറഞ്ഞുള്ളൂ. ഉടനെ പത്രോസ് അവിടെ നിന്ന് ആംഗ്യം കാണിച്ച് ചോദിക്കുകയാണ് യോഹന്നാനോട്, ആരാന്ന് ചോദിക്കുക, അത് ആരാന്ന് ചോദിക്കാൻ. എന്താ അങ്ങനെ ചോദിച്ചേ? എടാ, എല്ലാവരും ഒറ്റാൻ നിൽക്കുകയാണ്, എല്ലാവരും തള്ളി പറയാനും ഒറ്റി കൊടുക്കാനും ഒക്കെ നിൽക്കുക, പിന്നെ ഒരുത്തിന് നറുക്ക് വീണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ എല്ലാവരുടെയും പാദങ്ങൾ കഴുകുന്നത്. അവൻ മുട്ടുകുത്തി എല്ലാവരുടെയും പാദങ്ങൾ കഴുകി പത്രോസിന്റെ അടുത്ത് ചെന്നപ്പോൾ പത്രോസിന് പറഞ്ഞു, ഗുരു, നീ എൻ്റെ പാദം കഴുകുകയോ? നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഉടനെ ഈശോ എന്താ മറുപടി പറഞ്ഞേ? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കില്ല. ഉടനെ പത്രോസ് പറഞ്ഞു, സോറി, പങ്കൊക്കെ വേണം, അതുകൊണ്ട് ഫുള്ളം കഴുകിക്കോളൂ. ഈശോ പറഞ്ഞു, വേണ്ട, കുളി കഴിച്ചവൻ്റെ പാദം മാത്രം കഴുകിയാൽ മതി. നടന്ന് ഈ ഭൂമിയിലൂടെ നടന്ന് ഇച്ചിരി ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടേ, ഒരു കുമ്പസാരം മതി. കുളി കഴിഞ്ഞവനാ, മാമോദീസ കിട്ടിയവനാ, നീ പിന്നെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഇത്തിരി ചെളിയൊക്കെ പറ്റും. അതുകൊണ്ട് ഈ പാദം കഴുകി കിട്ടിയാൽ മതി. പാദം കഴുകി കിട്ടണം എങ്കിലേ പങ്കുള്ളൂ, കുമ്പസാരിക്കണം എങ്കിലേ പങ്കുള്ളൂ. ആരോടാ പറഞ്ഞേ? പത്രോസിനോട്. പത്രോസ് ആള് വെളിപാട് കിട്ടിയ ആളാ, സ്വർഗത്തിന്റെ താക്കോല് കിട്ടിയ ആളാ, ഈശോയുടെ കൂടെ കടലിന് മീതെ നടന്ന ആളാ, ഒരു സ്റ്റെപ്പെങ്കിലും ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം നേരിൽ കണ്ട ആളാ. പക്ഷേ പങ്ക് വേണമെങ്കിൽ കുളി കഴിക്കണം, പങ്ക് വേണമെങ്കിൽ, നിനക്കെന്നോടൊപ്പം പങ്ക് വേണമെങ്കിൽ ഞാൻ നിന്റെ കാല് കഴുകണം. കുമ്പസാരം വളരെ പ്രധാനപ്പെട്ടതാ മക്കളെ. കാര്യമെല്ലാം ഉണ്ടെങ്കിലും പങ്ക് ദൈവത്തോടൊപ്പം വേണമെങ്കിൽ എന്ത് വേണം? കുമ്പസാരം വേണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. കാരണം ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ഈ അകത്ത് കടക്കുന്നത് വേറൊരു വകുപ്പാണ്. അങ്ങനെ പാദം കഴുകി. അപ്പോൾ ഈശോ കരുതി, അപ്പോഴെങ്കിലും ഇവനൊരു മാനസാന്തരം സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ പാദമെല്ലാം കഴുകി, അവനും ഭക്ഷണത്തിന് മേശയിലിരുന്നു. ഈശോ തിരികെ വന്ന് വീണ്ടും കുർബാന കുപ്പായം അണിഞ്ഞിട്ട് അവൻ അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യണം. എന്നിട്ട് അവൻ ഇത് പറഞ്ഞിട്ട് അസ്വസ്ഥനാവുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് പറഞ്ഞു കൊടുത്തിട്ടും യൂദാസിൻ്റെ മനസ്സ് മാറുന്നില്ല. അവൻ കല്ലുപോലെ നിൽക്കുകയാണ്. സ്നേഹത്തിൻ്റെ അവസാന പലക വരെ എത്തിയ ഈ വലിയ കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഈശോ തനിക്കുണ്ടായിരുന്നവരെ സ്നേഹിച്ചു, തനിക്കുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അതിന് രണ്ടർത്ഥമാണ്. ഒന്ന്, മരണം വരെ സ്നേഹിച്ചു. രണ്ട്, സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ അവൻ തയ്യാറായി. അടിമയുടെ വേഷം കെട്ടിയവൻ താഴെ കുത്തിയിരുന്നവരുടെ പാദം കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലാക്കടാ. എൻ്റെ വഴി വിപ്ലവത്തിൻ്റെ വഴിയല്ലെന്നേ, വെട്ടൊന്നും മുറിരണ്ടത് അല്ലെന്നേ, കായിക ബലവും കായിക അഭ്യാസവും ഒന്നുമല്ല, അംഗബലവും സൈന്യബലവും ഒന്നും അല്ലെന്നേ, സ്നേഹമാടാ, സ്നേഹമാടാ, വാടാ, മനസ്സിലാക്കടാ കുഞ്ഞെ. പ്രിയപ്പെട്ടവരെ, അവസാനം ബൈബിൾ സങ്കടത്തോടെ എഴുതി വെക്കുകയാണ്, ഈശോ വിശുദ്ധ കുർബാന പൂർത്തിയാക്കണം. അവൻ അവസാനം ഈ അപ്പം, ഉടമ്പടിയുടെ അപ്പം മുറിച്ച് താലത്തിൽ മുക്കിയിട്ട് അവൻ ആർക്ക് കൊടുത്തു? തൻ്റെ അടുത്തിരുന്ന ശിഷ്യന് കൊടുത്തു. സങ്കടത്തോടെ ബൈബിൾ എഴുതി വെക്കുകയാണ്, ആദ്യത്തെ കുർബാന 2 കൈയും നീട്ടി സ്വീകരിച്ച് യൂദാസ് ഭക്ഷിച്ചപ്പോൾ യൂദാസിൻ്റെ ഉള്ളിൽ കയറിയത് ദൈവപുത്രനല്ല, പിന്നെയോ പിശാചാണ്.
കുർബാന സ്വീകരിച്ചപ്പോൾ ആദ്യമേ ഈശോ അല്ല ഉള്ളിൽ കയറിയത്, പിശാചാണ്. യോഹന്നാൻ എഴുതി വെച്ചു, അവൻ എഴുന്നേറ്റു. പിശാച് ഉള്ളിൽ കടന്നപ്പോൾ അവൻ എഴുന്നേറ്റു. എന്നിട്ട് അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു എന്ന് യോഹന്നാൻ എഴുതി. ഇരുണ്ടുപോയി ജീവിതം. അപ്പോൾ രാത്രിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വേദനയോട് ഈശോ സങ്കടത്തോട് പറയുന്നൊരു വചനമുണ്ട്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. സ്നേഹത്തിൻ്റെ അവസാനത്തെ പടിവരെയും ഇറങ്ങിച്ചെന്നിട്ട് ഈശോ അവൻ്റെ കാല് കഴുകിയിട്ട് പറഞ്ഞു, മോനെ എന്നെ മനസ്സിലാക്ക്, എൻ്റെ ജീവിതം വരവിൻ്റെ ലക്ഷ്യം സ്നേഹം, അപ്പൻ്റെ സ്നേഹം പറഞ്ഞു തന്നതാ, വെളിപ്പെടുത്തി തന്നതാ. ഇന്നലെ നാം കണ്ടതുപോലെ ഇതാണ് എൻ്റെ ദൗത്യം. മോനെ നീ മനസ്സിലാക്ക്, ഈ വിപ്ലവവും പട്ടാള ഭരണവും ഒന്നുമല്ല, ഈ അധികാര കസേരകളൊന്നും അല്ലെന്നേ. താഴെ ഇറങ്ങണം എൻ്റെ പൊന്നെ, നീ വാ, എളിമപ്പെട്. ഒരു വാക്ക്, ഒരു ചിരി, ഒരു പുഞ്ചിരി, ഒരു സ്നേഹം, ഒരു കൗതുകം വെച്ചു പുലർത്ത്. പഴയ പ്രസാദാത്മകതകൾ, സന്തോഷം, ആനന്ദം തിരിച്ചു പിടിക്ക്. ഇതാ സുവിശേഷം, വായിങ്ങ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഉടക്കിൻ്റെ ഉസ്താദായി പൂരാടി നടത്തി അവൻ അന്ന് മുതൽ ഇന്ന് വരെ ഈശോയെ മനസ്സിലാക്കാതെ ജീവിച്ചു. അവസാനം അവൻ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. ക്രിസ്തുവിൻ്റെ ശൈലി മനസ്സിലാകാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. അത് നമ്മളിൽ തന്നെയുള്ള മരണമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിൽ ദൈവവചനം ഇങ്ങനെ പറയുകയാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് ഈ പാരസ്പര്യത്തിലാണ്, ബന്ധങ്ങളിലാണ്. ബന്ധം മുറിഞ്ഞോ പിശാചുള്ളിൽ കയറും. ബന്ധങ്ങൾ മുറിഞ്ഞോ, സ്നേഹമില്ലാതായോ, സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാകാതെ പോയോ പിശാചുള്ളിൽ കയറും. പാരസ്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയല്ല. നമ്മളെല്ലാം കരുത് ബുദ്ധിയുള്ളവൻ മനുഷ്യൻ, അങ്ങനല്ല. ഞങ്ങളുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ അവനിങ്ങനെ വിദേശത്ത് ചൈനയിൽ പോയി. ചൈനയിലൂടെ ഇങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ നടന്നപ്പം സുന്ദരിയായ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന് ഹായ് പറഞ്ഞു, ഷെയ്ക്കാൻ്റെ കൊടുത്തു. പിന്നെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് നേരെ അങ്ങ് നടന്നു. പുള്ളി വിചാരിച്ചു അവൻ നടന്നു. അങ്ങനെ നടന്ന് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കൊണ്ടുപോയി അവിടെ ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, മേ ഐ ഹെൽപ്പ് യു, വാട്ട് യു വാണ്ട്? അപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു റോബോട്ടാണ്. സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരുക്കി ഈ തെരുവിലൂടെ ഇങ്ങനെ ഹോട്ടലിൻ്റെ മുന്നിലൂടെ നടത്തുകയാണ്. അതിബുദ്ധിമതികളായ റോബോട്ടുകൾ, യന്ത്രമനുഷ്യരുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ? ബുദ്ധിയൊന്നുമല്ലെന്നേ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള റോബോട്ടുകൾ എന്തുമാത്രം വിനയത്തോടാണ് ഇടപെടുന്നത്, എന്തൊരു അനുസരണം. ബുദ്ധിയൊന്നുമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മനുഷ്യൻ്റെ ജീവിത സാഫല്യം ബന്ധങ്ങളാണ്, പാരസ്പര്യമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 ഒരു വചനമുണ്ട്. ഉൽപ്പത്തി 2:18 എന്താണെന്നറിയാമോ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നമ്മൾ വിചാരിക്കുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചും ആണ് പറയുന്നത്. അല്ല, അത് കുടുംബജീവിതമാണെങ്കിലും വൈദിക ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവൻ പാരസ്പര്യത്തിലായിരിക്കണം, അവൻ ബന്ധങ്ങളിലായിരിക്കണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി 2:20 ഈ ഭൂമിയിലുള്ള സകലമാന ജീവജാലങ്ങളെയും ഈ ദൈവത്തിൻ്റെ പുത്രൻ്റെ ദൈവം ഈ ആദാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആദാമിനോട് പറഞ്ഞു, പേരിടറാ, പേരിട്. ആദാം പേരിട്ടു. ആന, കടുവ, കരടി, പുലി, സിംഹം, അതിനെല്ലാം പേര് വീണു. പേരിട്ടിട്ടും ഈ ആദാമിൻ്റെ മുഖത്ത് വല്ല സന്തോഷമുണ്ടോ? അവസാനം ആദാമിന് ദൈവം ചേർന്നൊരിണയെ
ഇണങ്ങിയൊരു തുണയെ കണ്ട പാടെ വിളിച്ചു, ഹവ്വ. അങ്ങനെ ഈ പാരസ്പര്യം ഇത് നഷ്ടപ്പെടുത്തരുത്. ഈ ചേച്ചി ഇടയ്ക്ക് ഉടക്കുണ്ടാക്കി ആ പിശാച് പറഞ്ഞൊക്കെ കേട്ട് പഴമൊക്കെ പറിച്ച് പകുതി കടിച്ചിട്ട് ചേട്ടനും കൊടുത്തു. അവസാനം ഉടക്കായി, ബന്ധം മുറിയും എന്ന വകുപ്പായി. ദൈവത്തോട് പറഞ്ഞു, നീ തന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇതാ പറ്റിച്ച എന്നെ, ഞാൻ ഇങ്ങനൊന്നും ചെയ്യുന്ന ടീമല്ല. ദൈവം പറഞ്ഞോ, എനിക്കറിയാമായിരുന്നു ആദാമേ, അന്നേരം എനിക്കറിയാമായിരുന്നു ഇവള് ശരിയല്ലെന്ന്. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഞാൻ ഇവളെ പുറത്താക്കാം. നിൻ്റെ മറ്റേ വാരിയല്ലുണ്ടല്ലോ, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ ബാലൻസ്, അത് വെച്ച് ഞാൻ വേറൊരാളെ സൃഷ്ടിക്കാം. ഈ വകുപ്പൊന്നും ഇല്ലാത്ത രീതി നിനക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഈ ചതിപ്പെടാത്ത ഒരെണ്ണത്തിനെ സൃഷ്ടിക്കട്ടെ. ചോദിച്ചോ ദൈവം? ഇല്ല. ആദാമേ, നീ ഏദം വിട്ടോ, അവിടെ കൈവിടരുത്. പറുദീസ നഷ്ടമായാലും പാരസ്പര്യം നഷ്ടപ്പെടരുത്. പറുദീസ നിനക്ക് തിരിച്ചു തരാൻ എൻ്റെ കയ്യിൽ വേറൊരു പദ്ധതിയുണ്ട്, എൻ്റെ മകനെ ഞാൻ വിട്ടോളാം. പക്ഷേ പറുദീസ നഷ്ടപ്പെട്ടാലും മോനെ ബന്ധം മുറിഞ്ഞു പോകരുത്. ബൈബിളിൻ്റെ ഭാഷയൊന്നും അല്ലെന്നേ ഡിവോഴ്സ്. ബൈബിളിൻ്റെ ഭാഷയൊന്നും അല്ല. കണക്ക് കൊടുക്കേണ്ടി വരും, കൂട്ടുനിന്നവരും. എന്തുകൊണ്ടാണ് ഇത്രമേൽ ഒരു കൂരയ്ക്ക് കീഴിൽ ഇത്രമേൽ കലഹവും ദുരിതവും വെച്ചാലും മനുഷ്യൻ പേർപിരിയരുതെന്ന് ദൈവപുത്രൻ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾക്കുണ്ടായി കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ വേറൊരു അപ്പനും അമ്മയില്ല. നിനക്ക് വേറൊരു സ്ത്രീയെ കിട്ടും, അല്ലെ വേറൊരു പുരുഷനെ കിട്ടും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് വേറൊരു അപ്പനില്ല, വേറൊരു അമ്മയില്ല. പിരിയരുത്. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ ഇതൊക്കെ പറയാം അച്ഛൻ, ഈ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അച്ഛൻ. എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല? അതോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സന്ധ്യ സമാപിപ്പിക്കാം. 15 മിനിറ്റ് സമയം കൂടെ ഉള്ളൂ. അച്ഛാ, ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നോട് കാണിക്കുന്ന എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നെ മുറിപ്പെടുത്തി എന്നെ മുറിവിച്ചതവൊക്കെ ഒന്നും പറയണ്ട അച്ഛാ. എനിക്കങ്ങോട്ട് എന്തുമാത്രം വിഷമമെന്നറിയാം എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നറിയാവോ? എൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ഉള്ളിൽ കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉള്ളിൽ കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വേറെ എന്തൊക്കെയോ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉള്ളിൽ കൊള്ളാത്തത്. ഇത്രയുള്ള കാര്യം. നമ്മുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ കയറിക്കൂടിയിട്ടുണ്ട്. പണ്ട് മാതാപിതാക്കൾക്കൊന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും അവരിതൊക്കെ അങ്ങ് ഉൾക്കൊള്ളുമായിരുന്നു. 10ഉം 12ഉം മക്കളുണ്ടെങ്കിലും വീട്ടിൽ കയറി ചെല്ലുന്നിടത്ത് സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ കെട്ടിക്കയറി വരുന്ന ഈ അമ്മയെ നോക്കണ്ടേ, മൂത്ത ചേട്ടത്തി എന്ന നിലയിൽ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും. ഇവിടെ ആകെപ്പാടെ ഒരു മുറിയേ ഉള്ളൂ. പ്രസവിച്ചു, എത്ര ഉണ്ട് കിലോ? 350 ഗ്രാം. ഇതിനെ ആട്ടുംപാൽ കൊടുത്തിങ്ങനെ വളർത്തി അവസാനം ഇങ്ങോട്ട് പാടാ അങ്ങോട്ട് പോവും. എന്താ കാര്യം? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആകെ പറഞ്ഞേ ഉള്ളൂ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് ബൈബിളിൽ അർത്ഥപൂർണമായൊരു വചനം പറയുന്നത്. ഇതിന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. വചനം കേട്ട് വെറുതെ പോകുന്നവരാകാതെ വചനം പ്രാക്ടീസ് ചെയ്യണം. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നമ്മളുടെ ഉള്ളിൽ കുറേ മുൻവിധികളുണ്ട്. നമ്മൾ അങ്ങ് ധരിച്ചു വെച്ച് ഇനിയും ലോകം ഇടിഞ്ഞു പോയാലും നമ്മൾ ഈ നിലപാട് മാറ്റാൻ പോകുന്നില്ല. വിധി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ ഒരു കാര്യം വിധിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് പ്രെജുഡിസ്, മുൻവിധികൾ പറയും, ഇതിങ്ങനെ നടക്കത്തുള്ളൂ. വിധിയില്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നപ്പോൾ തന്നെ എന്തുമാത്രം വിധിച്ച്. ഏതായി അച്ഛൻ? എങ്ങനെ ഇരിക്കും? ഈ ചൂടത്ത് ഇത് സഹിക്കാൻ പറ്റുമോ? ആഹാ, എപ്പോൾ തീരും?
ഇതെല്ലാം വിധിച്ചിട്ടാ വന്നിരിക്കുന്നേ, അല്ലേ? വിധിയില്ലെന്ന് ആർക്കെങ്കിലും പറ്റുമോ? കാണുമ്പോഴേ പറയും ആ എല്ലാം കേട്ടോണ്ടാ പറയുന്നത്. എല്ലാം അറിയാം. പണ്ടൊരിക്കൽ ചേട്ടനും ചേട്ടത്തെയും കൂടെ ഒരു 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 ദൂരയാത്രയായിപ്പോയി. അയൽലോകത്തെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, മക്കളെ നോക്കിക്കോണം വീടൊക്കെ. അതെ അതെ നോക്കിക്കോളാം, ധൈര്യമായിട്ട് പൊക്കോ. അവർക്ക് 24 മണിക്കൂർ നോക്കാൻ നേരമുണ്ടോ? തിരിച്ചു വന്നപ്പോഴത്തേന് ജനലിനകത്തൂടെ അഴിഞ്ഞ് ഏതാണ്ടൊക്കെ കയറി അകത്ത് കിടന്ന്. തിരിച്ചു വന്നപ്പോഴത്തേന് അയ്യോ നാട്ടുകാരെ ഓടിവായോ, അതാണേ ഇതാണേ ബഹളമാണ്. എല്ലാം കൂടെ ഓടി വന്നു. എൻ്റെ ദൈവമേ, എന്നാലും എൻ്റെ ചേട്ടാ ചേച്ചി ചേട്ടന് ഇത് വന്നല്ലോ, സാരമില്ല ഞങ്ങളെല്ലാം കൂടെ ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞങ്ങ് പോയി. ഗേറ്റിനവിടെ ചെന്നിട്ട് പറയും കണക്കായിപ്പോയി. 1 മാസം നാട് നിറങ്ങാൻ പോയേക്കുക, വിദേശങ്ങൾ ഇങ്ങനെ വേണമെന്ന് പറയും. പ്രിയപ്പെട്ടവർ, നമ്മൾ കരുതുന്ന പോലൊന്നുമില്ല ആളുകളുടെ ധാരണ. മനസ്സിൽ പലതും വെച്ചിട്ട് നമ്മുടെ ഇതിങ്ങനെ നല്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. വിധികൾ മനസ്സിൽ, ദൈവമക്കൾ ശ്രദ്ധിക്കണം, സന്ധ്യയിൽ മനസ്സിൽ നമ്മൾ വിധികൾ രൂപപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ആത്മനാശത്തിന് കാരണമാകരുത്. വിധിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണം, ഈശോ പോലും വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈശോ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നീ നന്നായി വിധിച്ചു, ശരിയായി വിധിച്ചു. ഒരിക്കൽ ഈശോ ഭക്ഷണം കഴിക്കാൻ ശമയോന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഈശോയുടെ കാല് കഴിക്കുക ഇങ്ങനെ കണ്ണുനീരുണ്ട് തലമുടി കൊണ്ട് തുടച്ച് തൈലമൊക്കെ പൂശിക്കൊണ്ടിരുന്നപ്പോൾ ഈ വീട്ടിൽ വിളിച്ച കുടുംബനാഥൻ ശമയോൻ അടുക്കളയിൽ പോയിരുന്നൊരു ഡയലോഗ് പറഞ്ഞു, പ്രവാചകനാണ് പോലും, പ്രവാചകൻ. തന്നെ സ്പർശിച്ച സ്ത്രീ ഏത് തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തൊടാൻ അനുവദിക്കുമായിരുന്നു. വെറുതെ ഫുഡ് വേസ്റ്റാക്കി ഞാൻ, പ്രവാചകനാണ് പോലും. ഉടനെ ഈശോ അവിടെ നിന്നിട്ട് ശമയോനെ വന്നേ, യോ ഗുരു വിളിച്ചായിരുന്നോ? ഇനി വന്നേ. അതെ മോനെ, ഞാൻ ഈ കൊച്ചിനെ കണ്ട കണ്ണുകൊണ്ട് നീ കണ്ടില്ലല്ലോടാ. എന്നിട്ടൊരു കഥ പറയുന്നുണ്ട്. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരാൾ 10,000 താലന്ത്, ഒരാൾ 100 താലന്ത്. 2 പേർക്ക് ഇളച്ചു കൊടുത്തു. ആരായിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത്? ശമയോൻ പറഞ്ഞു, കൂടുതൽ ഇളച്ചു കൊടുക്കുന്നവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ഈശോ പറയാണ്, നീ ശരിയായി വിധിച്ചു. ശരിയായി വിധിച്ചു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്കറിയാം വിധിയില്ലാത്ത ആരുമില്ല. വിധിക്കും. എല്ലാവരും അഭിപ്രായങ്ങളുള്ളവരാ. എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ വിധി അന്തിമമാകരുത്. വിധി അന്തിമമാകരുത്. കാരണം നമ്മൾ കാണുന്നത് പോലെയല്ല ആളുകൾ കാണുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു അച്ഛനെ പണ്ട് ആസാമിൽ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്കൂൾ ഇങ്ങോട്ട് വിട്ടു. സ്കൂൾ വിട്ടപ്പോൾ ആസാം വിരലൊടിക്കല്, ഇവിടെ എല്ലാം വിരലൊടി, ലൈവ് പോകുന്നു. ഈ ആസാമിൽ ചെന്നപ്പോഴേ ഇവിടെ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം കൂടെ മണിയടിച്ചപ്പോഴത്തേനും ഒറ്റ ഓട്ടം. അപ്പോൾ അച്ഛൻ മാറി നിന്നു. കാരണം തടിമാടന്മാരായ പിള്ളേരെല്ലാം കൂടെ ഓടി വരികയാണ്, ബോൺവിറ്റ കുട്ടന്മാരെ. ഇങ്ങനെ ഓടി വന്നത് കണ്ടപ്പോൾ അച്ഛൻ മാറി നിന്നു. നോക്കിയപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ഒരു വലിയ വാഴകൾ അവിടെ നിൽപ്പുണ്ട്, നല്ല വണ്ണമുള്ള വാഴകൾ. വാഴത്തോട്ടത്തിലോട്ടാണ് ഓടുന്നത്. അച്ഛൻ വിചാരിച്ചു പോകുന്നതായിരിക്കും എന്നാ കരുതിയെ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവന്മാർ വാഴപ്പോളയിലിട്ട് ഇടിക്കുന്നു. അച്ഛന് എന്തൊരു ബോക്സിംഗ് ആണ്. കൂട്ടത്തിൽ തടിമാടൻ ഒരുത്തനുണ്ടല്ലോ, അവൻ ഈ വാഴപ്പോളെ ഒരെണ്ണം ഇങ്ങനെ പുളന്നിങ്ങനെ വന്നപ്പോൾ അതിനകത്ത് നിന്ന് എത്തി നോക്കി എന്തോ വാരിങ്ങെടുത്തു. എന്നിട്ട് അവൻ നൂഡിൽസ് കഴിക്കുന്ന പോലെ, ചുയിങ്കം കഴിക്കുന്ന പോലെ കഴിക്കാൻ തുടങ്ങി. ഒച്ച ഇതെനിക്ക് വേണ്ടത്. അവരത് കഴിക്കുന്നത് നൂഡിൽസ് കഴിക്കുന്നത് പോലെ. ആസാമിലെ നമ്മൾക്കോ, നമ്മൾ ചക്കച്ചവണി തിന്നുമ്പം ഒരു പക്ഷേ മിസോറാമിലുള്ളവർ വെക്കാം. നമ്മൾ പോലെ കോവിഡ് കാലത്തെ
ഇത് വാങ്ങി നമ്മൾ ഒരെണ്ണം പോലും കളയാനില്ല. അപ്പോഴാണ് അവർക്കിതൊരു പക്ഷത്തുണ്ടെങ്കിൽ അവർ പഴുതാരെ തിന്നാൽ തേളിനെ തിന്നാൽ നമ്മൾ തിന്നുന്ന അവർക്ക് ഓക്കാനും വരാം. വിധികൾ അന്തിമമാകരുത്, വിധികൾ അന്തിമമാകരുത്. ചിലരുടെ നന്മകൾ ചിലർക്ക് തിന്മയാകാം. ചിലർ ചെയ്യുന്നത് ചിലർക്ക് ദോഷമായി തോന്നാം. പക്ഷേ മാനസാന്തരം എന്ന് പറയുന്നത് നീ ഇറങ്ങി മറുകണ്ടത്ത് വന്ന് അവൻ്റെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. ദൂരെ നിന്ന് സോറി പറയുന്നതല്ല മാനസാന്തരം. ഇറങ്ങിച്ചെന്ന് അവൻ്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണാൻ ശീലിക്കുന്നതിൻ്റെ പേരാ മാനസാന്തരം. മെറ്റനോയ്യ. ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണുക, ജീവിതസഖിയുടെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണുക. വിധികൾ അന്തിമമാകരുത്. ബന്ധമാണ് വലുത്. ബന്ധം മുറിയുന്ന രീതിയിൽ വിധിക്കരുത്. കാഴ്ചപ്പാടുകൾ വ്യത്യസ്തരാണ് ആളുകൾ. ഒരു സ്ത്രീയെ പോലെയല്ല പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നത്, പുരുഷനെ പോലെയല്ല സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവശാസ്ത്രപരമായ വ്യത്യാസം എന്തുമാത്രമുണ്ട്. ശരീരഘടനയിൽ പുരുഷന്റെ ശരീരം മയിൽക്കുറ്റി പോലെ, സ്ത്രീയുടെ ശരീരം ഡള്ളത്ത് പോലെ മെത്ത. കുഞ്ഞുങ്ങളൊക്കെ എടുത്താൽ പെട്ടെന്ന് സ്ത്രീ അമ്മമാരെടുത്ത് എന്താ കരയുന്നേ? എന്നാൽ ഈ ചേട്ടൻ എടുക്കുമ്പോഴോ 14 കട്ടെ കുഞ്ഞിട്ട് പിടിപ്പിക്കും അല്ലേ? അതാണ് ശരീരം. ഷെയ്ക്കാൻ്റെ കൊടുത്താലോ കാപ്പിക്കമ്പെ പിടിക്കുന്ന കണക്കെയാ ചേട്ടൻ്റെ കൈ. തഴമ്പുള്ള കൈയാ. ചേച്ചിയുടെ കൈയാലോ കപ്പളങ്ങായ പെടുത്ത കപ്പളങ്ങായ പിടിക്കും. വ്യത്യാസമുണ്ട്. ചിരിയിൽ തന്നെ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. പുരുഷന് 64 അർത്ഥമേ ഉള്ളൂ, 24 അർത്ഥമേ ഉള്ളൂ ചിരിയിലെന്നാണ് പറയുക. പുരുഷൻ ചിരിച്ചാലേ 24 അർത്ഥങ്ങളേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് അർത്ഥമൊന്നുമില്ല. സ്ത്രീ ചിരിച്ചാൽ 64 അർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. ഞാനല്ലേ, മനഃശാസ്ത്രജ്ഞന്മാരാ, എന്നോട് പിണങ്ങരുത്. വിഷയം പാരസ്പര്യം. തലയോട്ടിയിലും വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. പുരുഷൻ്റെ തലയോട്ടി നല്ല കട്ടിയാ, ചേട്ടത്തിൻ്റെ തലയോട്ടി ഒരിച്ചിരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ചിന്തകളെ. എന്താ മനുഷ്യനെ ഇന്ന് താമസിച്ചേ? താമസിച്ചു പോയടി. അതെന്താന്നാ പറഞ്ഞേ? അങ്ങ് താമസിച്ചു പോയി. താമസിച്ച് എന്താന്ന് പറ. അങ്ങ് താമസിച്ചു. എനിക്കറിയാം ഈയിടെയായിട്ട് നിങ്ങൾക്ക് താമസം ഇച്ചിരി കൂടുതലാ. ചിന്ത പോയേ. ചേട്ടൻ്റെ തലയോട്ടിക്ക് നല്ല ഉറപ്പാ. അഥവാ ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗുണഗുണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ചട്ടുകത്തിന് ഇട്ടൊരെണ്ണം കിട്ടിയ തലച്ചോറിന് ക്ഷതമേക്കരുത് ദൈവം കരുതി നല്ല കട്ടിയുള്ള തലയോട്ടിയൊക്കെയാണ് തന്നേക്കുന്നത്. വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. മനഃശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്, മനോഭാവങ്ങൾ വ്യത്യാസമുണ്ട്, വികാര പ്രകടനങ്ങൾ വ്യത്യാസമുണ്ട്, ശരീരഘടനയിൽ വ്യത്യാസമുണ്ട്, പ്രാർത്ഥനയിൽ വിശ്വാസത്തിലും വ്യത്യാസമുണ്ട്. പ്രാർത്ഥന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചേട്ടത്തി നിത്യാരാധന ചാപ്പലിരുന്നാലും കുഴപ്പമില്ല. കൊന്തയും കരണക്കൊന്തയും ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു പ്രശ്നമില്ല. ചേട്ടനോ 15 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളെ ഇവിടെ വാഴപ്പണയിൽ പോയി ബീഡിയും വലിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയുടെ ഇടയ്ക്ക്. അവിടെ ആത്മീയത അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ശ്രദ്ധിക്കാൻ പറ്റും. പ്രിയപ്പെട്ട ഒരു വ്യത്യസ്തതകളുണ്ട് സൗന്ദര്യചിന്തകളിൽ. പുരുഷനെ എവിടോട്ടേലും ഒരുക്കി ഇറക്കണമെന്നുണ്ടെങ്കിൽ എന്നാ എളുപ്പമാണ്. തലേന്ന് ചെയ്യി പൗഡർ ഇട്ടു, ഇല്ല ഒരു ഉടുപ്പെടുത്തരുത്, മുണ്ടെടുത്തരുത്, അല്ലെ പാൻറ് തീർന്നു. അന്ന് ചേട്ടത്തി ഒരുക്കി ഇറക്കണമെങ്കിലോ ബസ് 2 പോയാലും വരുമോ? ഇല്ലേ, പാടാ. ഇതൊക്കെ തലയോട്ടിയെ കൊണ്ടാ വലിയ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തതകളുണ്ട്. വീട്ടിലൊരാൾ മരിച്ചാൽ എന്നാ പദം പറച്ചിലുള്ള കരച്ചിലാ ചേട്ടത്തിമാരല്ലേ. എൻ്റെ ദൈവമേ, കിടപ്പുണ്ടാവും. അമ്മായിപ്പൻ അപ്പൻ ഇന്നലെ എന്നോട് പറഞ്ഞ എടീ നീ ആട്ടുകല്ലെടുത്തോണ്ട് മിക്സി എടുത്തോണ്ട് പോടി, എനിക്ക് വരാൻ പറ്റിയില്ല, കിടപ്പുണ്ട്. പക്ഷെ ചേട്ടനോ
വന്നു. ഭാര്യയുടെ അപ്പനെ മരിച്ചു കിടക്കുക, വന്നു, ഇത്രയേ ഉള്ളൂ. പിന്നെന്തി, പിന്നെ ആ നീല ടാർപ്പാട് അടിയിൽ പോയി കസേരയിലിരിപ്പുണ്ട്. ഇത് കണ്ടിട്ട് പറയുക, അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് ഒരു സ്നേഹം പറയരുത്. ഈ വ്യത്യസ്തതകൾ മനസ്സിലാക്കുക. പാരസ്പര്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിധിക്കരുത്, വിധികൾ അന്തിമമാകരുത്. പുരുഷൻ ചിന്തിക്കുകയാണ് എന്നെപ്പോലെ അവൾ ജീവിക്കണം, ചിന്തിക്കണമെന്ന് ചിന്തിച്ച എൻ്റെ ചേട്ടാ പുരുഷനെ പോയി കല്യാണം കഴിച്ചോണം. ചേച്ചി ചിന്തിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഞാൻ പറയുന്നപ്പോൾ ചേച്ചി ബെറ്റർ ഒരു ചേച്ചിയെ കല്യാണം കഴിക്കുന്നതാണ്. ചെയ്തേക്കല്ലേ പ്രിയപ്പെട്ടവരെ? ഈ വ്യത്യസ്തതകൾ മനസ്സിലാക്കണം. എന്തിനാണെന്നറിയാമോ? ബന്ധങ്ങൾ നിലനിർത്താൻ. അതുകൊണ്ടാണ് ഈശോയോ നമ്മളോട് പറയുന്നത് വ്യത്യസ്തമായ അളവുകോലുകളുള്ള ആളുകളാണ്. ഈശോ എല്ലാവരെയും ഉൾക്കൊണ്ട് ജീവിച്ചു. അതാണ് ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനം. വിധിച്ച് ശപിച്ച് പടിയടച്ച് മാറ്റി നിർത്തരുത്. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ എല്ലാവരെയും ചേർത്ത് നിർത്തി. കുഷ്ഠരോഗിയെ ചേർത്ത് നിർത്തി, പാപിനിയെ ചേർത്ത് നിർത്തി. കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ടവളാണ് അവൾ, ഈ ഭൂമിക്ക് നിന്നെ വേണ്ട, നീ ഈ ഭൂമിക്ക് അവകാശപ്പെട്ടവളല്ല, നിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളില്ല എന്ന് 1000 തവണ ആവർത്തിച്ച് അവർ കല്ലുമെടുത്തുകൊണ്ട് അവളെ എറിഞ്ഞു കൊല്ലാൻ വന്നപ്പോൾ അവൻ പറഞ്ഞു തൊട്ടുപോകരുത്, അവളെ തൊട്ടുപോകരുത്. മാറ്റിവിട്ടിട്ട് പറഞ്ഞു വാ, മേലിൽ പാപം ചെയ്യാതിരുന്നാൽ മതി കേട്ടോ, ഞാനുണ്ട് കൂടെ. ഇതാണ് ബന്ധം. പാപങ്ങളുടെ കുറവുകളുടെ ക്രൈറ്റീരിയ, മാനദണ്ഡം വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ മാറ്റി നിർത്തിയാൽ ആത്മാവ് അപകടത്തിലാകും. ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്തവർക്കുള്ളതല്ല സ്വർഗം. ഒരുപക്ഷേ സിദ്ധികളുണ്ടാകും, വരങ്ങളുണ്ടാകും, അത്ഭുതങ്ങളും രോഗശാന്തികളും ബൈബിൾ ഒരു 40 തവണ മുഴുവനും വായിച്ചിട്ടുമുണ്ടാകും. പ്രാർത്ഥിക്കാൻ നല്ല ഭാഷയുണ്ടാകും. വിശ്വാസത്തിൻ്റെ പാരമ്പര്യം, കുടുംബമഹിമ എഴുതി കൊടുക്കാൻ പറ്റിയേക്കും. പക്ഷേ അകത്ത് കയറുന്നത് വേറൊരു വകുപ്പാ. സുവിശേഷം ബന്ധങ്ങളിൽ മാത്രമുള്ളതാ. നീ ആരോടെങ്കിലും ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അപകടമാണ് ഈ ജീവിതം, തിരിച്ചറിയണം. ഇത് പറഞ്ഞു തരാൻ വേറെ ഒരു സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളുമില്ല, വേറെ ഒരു സ്ഥലവുമില്ല. ഈ അൾത്താരയിൽ അവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർ ടി ബാബു പോളിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്, പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹം കോഴിക്കോട് കളക്ടറായിരുന്നൊരു സമയം അദ്ദേഹത്തിൻ്റെ അപ്പനുമായി ഒരു ഉടക്കുണ്ടായി. അദ്ദേഹം കളക്ടർ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് സന്ധ്യ കഴിഞ്ഞ് 8 മണിയൊക്കെ ആയപ്പോൾ അപ്പനുമായിട്ട് 1 പറഞ്ഞ് 2 പറഞ്ഞ് അങ്ങ് തെറ്റി. നല്ല കുടുംബമാണ്, സ്നേഹമാണ്, അപ്പനും അമ്മയും ഒക്കെ വലിയ സ്നേഹമാണ്. പക്ഷേ ഉടക്കായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പറഞ്ഞു എന്നെ അപ്പം പിള്ളേട്ടും പഠിപ്പിക്കണ്ട, ഞാൻ കുറേ ഉത്തരവാദിത്തമൊക്കെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ വലിയ IAS കാരനായിരിക്കും, കളക്ടറായിരിക്കും, പക്ഷെ നീ എൻ്റെ മോനാ, നീ ഇവിടുത്തെ ആണ്, ഞാൻ പറയുന്നതുകൊണ്ട് ഇവിടെ വിലയുണ്ട്, കാര്യമൊക്കെ ശരിയാ. ഉടക്കായി. അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം നടന്നില്ല. അമ്മ ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ 2 പേരെ ഇണക്കാനൊക്കെ നോക്കി, പക്ഷേ 2 പേരും 2 മുറിയിൽ പോയി കിടന്നു. ഡി ബാബു പോൾ, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം യാക്കോബായ സഭയിലൊരു അംഗമാണ്, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ളതിന് സമയം വരെയും കുപ്പായം ഇട്ടുകൊണ്ട് ധൂപക്കുറ്റിയെടുത്ത് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷയായിരുന്നു അദ്ദേഹം. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടു. അത്രമേൽ ബലിപീഠത്തെ സ്നേഹിക്കുന്ന, പൗരോഹിത്യത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തകർ ചോദിച്ചാണ്, ദൈവാനുഭവത്തിൻ്റെയോ ഒരു സംഭവം വല്ലതും പറയാമോ, ദൈവം ഇറങ്ങി വന്ന അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ, ഇത്രയും പ്രാർത്ഥിക്കുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയും. അപ്പോഴിങ്ങനെ ഇവർ 2 പേരും കൂടെ 1 പറഞ്ഞ് 2 പറഞ്ഞ് വഴക്കായി, പ്രശ്നമായി. അങ്ങനെ 2 പേരും മുറിയിൽ പോയി കിടന്നു. ഡോക്ടർ ഡി ബാബു പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആദ്യമായിട്ടാണ് അപ്പനോട് ഇത്രയും കയർത്തു പറഞ്ഞത്, ഇത്രയും മറുത്തു പറഞ്ഞത്. ഈ ബന്ധം മുറിയാൻ പാടില്ലായിരുന്നു.
പക്ഷെ സാരമില്ല, നാളെ ആകട്ടെ എന്ന് കരുതി ഉറങ്ങാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, ഉറക്കമില്ല, എഴുന്നേറ്റ് നടക്കുന്നു. ഒടുവിൽ രാത്രി 1:30 ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഈ അപ്പൻ്റെ മുറിയിലേക്ക് ചെന്നു. എവിടെ ചെന്നു? അപ്പൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ അപ്പൻ്റെ മുറി പാതി വാതിലിങ്ങനെ ചാരിയിട്ടിരിക്കുക. മെല്ലെ തുറന്നു അകത്ത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ അപ്പൻ വലിയ കട്ടിലാണ്. ഈ കട്ടിലിൽ ഒരു കൈ തലയ്ക്കൽ വെച്ചുകൊണ്ട് മറുകൈ പിരിച്ചിങ്ങനെ കിടപ്പുണ്ട്. ഈ മനുഷ്യൻ, കളക്ടർ, വലിയ മനുഷ്യൻ, ചെന്നിട്ട് ആ കട്ടിലിൽ ഇരുന്നിട്ട് മെല്ലെ ആ വിരിച്ച കൈയിലേക്ക് ചാഞ്ഞങ്ങ് കിടന്നു. അപ്പോൾ ഈ അപ്പൻ ഈ കൈയെടുത്ത് അവനെ ചേർത്തിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് കാതിൽ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് മുറിയാൻ പാടില്ല. മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട്, സഹോദരങ്ങളോട്, ജീവിത പങ്കാളികളോട് ഈ ബന്ധം നിലനിർത്താതെ പോയാൽ, വൈദികരോട്, ഇടവകക്കാരോട്, വിശാലാർത്ഥത്തിൽ അയൽക്കാരോട്, ബന്ധുക്കളോട്, പ്രിയപ്പെട്ടവരെ, കുഞ്ഞു ജീവിതത്തിൽ ദൈവം കാണാൻ കൊതിക്കുന്നതൊന്നു മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ സ്നേഹത്തിലാണോ ജീവിക്കുന്നത്? ഇത് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും സ്ഥാനമാനവും കിണ്ണവും ചരുവും ഒട്ടുളകും ചരവത്തടിയൊക്കെ നമുക്കുണ്ടെങ്കിലും ദൈവം ഇത് കണ്ടിട്ട് കൊള്ളാം, വെരി ഗുഡ്, വെൽ ഡൺ മൈ ബോയ് എന്നൊന്നും പറയാൻ പോകുന്നില്ല. ബന്ധങ്ങൾ നിലനിർത്തണം, ഇല്ലെങ്കിൽ ആത്മാവ് അപകടത്തിലാണ്.